അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംഘവും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ലോകത്തിനു മുന്നിൽ പരിഹസിക്കാൻ ശ്രമിച്ചത് ഇന്നലെ ലോകം കണ്ടിരുന്നു. എന്നാൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കം ലോകരാജ്യങ്ങൾ യുക്രൈന് പിന്നിൽ അണിനിരക്കുന്നതാണ് കാണുന്നത്. അമേരിക്കയുടെ വല്യേട്ടൻ മനോഭാവമാണ് ക്യാമറയ്ക്ക് മുൻപിൽ ഇന്നലെ പുറത്തു വന്നത്. ചെറിയ രാജ്യങ്ങളെ തങ്ങൾക്കിഷ്ടമില്ലാത്ത തീരുമാനങ്ങൾ പോലും ട്രംപ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് 1.5 മാസത്തിനുള്ളിൽ ലോകം കണ്ടു. റഷ്യ യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത 5ഓളം പ്രവിശ്യകൾ യുക്രൈൻ മറന്നേക്കുക. അമേരിക്ക യുക്രൈന് നൽകിയ സഹായത്തിന് ബദലായി മിനറൽസ് കുഴിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകുന്ന കരാറിൽ ഒപ്പിടുക. എന്നാൽ റഷ്യ വീണ്ടും തങ്ങളെ ആക്രമിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും നൽകാതിരിക്കുക. കരാറുകൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ട്രംപും JD ഇവാൻസും യുക്രൈൻ പ്രസിഡന്റിനെ മാധ്യമങ്ങളുടെ മുൻപിലിട്ട് പരിഹസിക്കാൻ ശ്രമിക്കുന്നതാണ് ഇന്നലെ ലോകം കണ്ടത്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തെ വരെ അമേരിക്കൻ മാധ്യമങ്ങൾ ആക്ഷേപിച്ചു. എന്നാൽ തനിക്ക് പറയാനുള്ളത് വെട്ടിത്തുറന്ന് സെലൻസ്കി പറഞ്ഞതോടെ താങ്കൾ നന്ദി കാണിക്കണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ക്യാമറകൾക്ക് മുൻപിൽ നിറഞ്ഞു നിൽക്കാനുള്ള ട്രംപിന്റെ ശ്രമമായിരിക്കാം വ്ളാഡിമിർ സെലൻസ്കിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ശകാരിച്ചത്. ലോക നേതാക്കൾ ഓവൽ ഓഫീസിലെത്തുമ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കി ട്രംപ് സംസാരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ ലോകം കണ്ടിരുന്നു. ജോർദാൻ രാജാവും ഫ്രഞ്ച് പ്രസിഡന്റും ഇതിന് ഉദാഹരണമാണ്. ഈ നേതാക്കളുടെ കഴിവുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ വാക്തർക്കം ഒഴിവാക്കപ്പെട്ടത്. അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായം കൊണ്ടാണ് പല രാജ്യങ്ങളും ഇതുവരെ വിധേയരായി നിന്നത്. കാനഡ, സ്പെയിൻ, UK, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ യുക്രൈനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇതോടെ പുതിയ ഒരു ലോകക്രമം രൂപപ്പെടുകയാണ്. ലോകം അമേരിക്കയ്ക്കും ട്രംപിനും എതിരായി മാറിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയെ വിശ്വസിച്ച് യുദ്ധത്തിനിറങ്ങിയ വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കച്ചവടക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് ആയതിന്റെ ഫലമാണ് ലോകം അനുഭവിക്കാൻ പോകുന്നത്. And let's go litigate those disagreements rather than trying to fight it out in the American media when you're wrong. We know that you're wrong.